മഴ തുടരുന്നു. സംസ്ഥാനത്ത് മഴ തുടരുന്നു. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 10 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആലപ്പുഴ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലാണ് റെഡ് അലർട്ട്. തൃശൂർ, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. 7 ഡാമുകളിലും റെഡ് അലർട്ട് തുടരുകയാണ്. പൊന്മുടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, മൂഴിയാർ, കുണ്ടള, പെരിങ്ങൽകൂത്ത് ഡാമുകളിലാണ് അലർട്ട്. തൃശൂർ ചാവക്കാടും കൊല്ലം ഇത്തിക്കരയാറ്റിലും കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളമെത്തിയതോടെ കോട്ടയം ജില്ലയിലെ ഐമനം, കുമരകം, വൈക്കം, തിരുവാർപ്പ് തുടങ്ങിയ മേഖലകളിലെ വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയിൽ മൂവാറ്റുപുഴ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള നെടുമ്പൊയിൽ ചുരം റോഡിൽ ഗതാഗത തടസ്സം തുടരുകയാണ്. അതേസമയം പെരിയാറിലും ചാലിയാറിലും ചാലക്കുടി പുഴയിലും ജലനിരപ്പ് കുറഞ്ഞു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കാസർഗോഡ്, കണ്ണൂർ ഒഴികെയുള്ള ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. വയനാട്ടിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. പാലക്കാട്, ഇടുക്കി, മലപ്പുറം, തൃശൂർ ജില്ലകളിലും യൂണിവേഴ്സിറ്റി പരീക്ഷകളും ഇന്റർവ്യൂകളും മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. MG കേരള, കാലിക്കറ്റ് സർവകലാശാലകൾ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി. പുതിയ തീയതി പിന്നീട് അറിയിക്കും. തിരുവനന്തപുരത്ത് നിന്ന് SS ശരൺ, കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്, പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ, ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ, കൊച്ചിയിൽ നിന്ന് സുവി എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം ശരണിലേക്ക്. ശരൺ, ഇന്ന് പൊതുവെയുള്ള ഒരു ചിത്രം മഴയിൽ ഒരു അല്പം ശമനമുണ്ടായി എന്നുള്ളതാണ്. ചില ഭാഗങ്ങളിൽ ഇടവിട്ട മഴ പെയ്യുന്നുണ്ടായെങ്കിൽ പോലും പക്ഷേ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനമെന്ന് പറയുന്നത് വരുന്ന 3 ദിവസം, ഇന്നും നാളെയും കൂടി, ഇന്നലെ കൂടി ചേർത്ത് ജാഗ്രത വേണം, നിർണായകമാണ് എന്നാണ്. എന്താണ് പൊതുവെയുള്ള സംസ്ഥാനത്തെ സ്ഥിതിഗതി? രഞ്ജിത്ത്, തീർച്ചയായിട്ടും അതായത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് സംസ്ഥാനത്ത് മഴ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇന്നലെ രാത്രി തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചയോടുകൂടി മഴയ്ക്ക് ശമനമുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് പൊതുവെ എല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നത്. എങ്കിൽ പോലും ജാഗ്രത തുടരുകയാണ്. കാരണം ഇന്ന് 10 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ആലപ്പുഴ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ 4 ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ഏതായാലും ഈ റെഡ് അലേർട്ടിൽ മാറ്റം വരുത്താത്ത സാഹചര്യത്തിൽ സംസ്ഥാനം അതീവ ജാഗ്രതയിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് നാളെ 9 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജലാശയങ്ങളിലെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുന്നത് ആശങ്ക ഉണ്ടാക്കിയിരുന്നു. അതായത് ഈ പെരിയാർ, ചാലിയാർ അടക്കമുള്ള ജലാശയങ്ങളിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുകയായിരുന്നു. എന്നാൽ ഇന്ന് അത് താഴ്ന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, അത് ആശ്വാസകരമായി മാറുന്നുണ്ട്. പക്ഷേ അതേസമയം 7 ഡാമുകളിൽ റെഡ് അലേർട്ട് തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതായത് പൊന്മുടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, മൂഴിയാർ, കുണ്ടള, പെരിങ്ങൽകുത്ത് ഡാമുകളിലാണ് റെഡ് അലേർട്ട് തുടരുന്ന സാഹചര്യമുള്ളത്. ഏതായാലും ഇനി പുതിയ അലേർട്ടുകൾ രാവിലെ 10 മണിയോടുകൂടിയാണ് വരിക. സ്വാഭാവികമായിട്ടും അപ്പോൾ നമുക്ക് ഈ റെഡ് അലേർട്ടുകൾ, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന റെഡ് അലേർട്ടുകൾ മാറ്റമുണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സംസ്ഥാനത്ത് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അതായത് മന്ത്രിമാർ ഓൺലൈനിലൂടെയാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുക. നേരത്തെ ഈ മഴക്കെടുതി ഉണ്ടായതിനു പിന്നാലെ മുഖ്യമന്ത്രി നൽകിയിരുന്ന നിർദ്ദേശം മന്ത്രിമാർ അതത് ജില്ലകൾ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാർ അതത് ജില്ലകൾ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആ ജില്ലകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. താലൂക്ക് അടിസ്ഥാനത്തിലടക്കം വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും
ശക്തമായ മഴ അനുഭവപ്പെടുകയും ഉരുൾപൊട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചൊക്കെ ജാഗ്രത തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ആരംഭിക്കുകയാണ്. അതായത് ഈ മലയോര മേഖലയിൽ ഈ ഉരുൾപൊട്ടൽ അടക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ആളുകളെ ഇപ്പോഴും മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്താകെ 95 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 2000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന സാഹചര്യവും ഉണ്ട്. SS ചരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥനുണ്ട്. സുവി ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്ന ആലുവ മണപ്പുറത്താണ്. തൊട്ട് പിന്നിൽ സുവിയുടെ പിന്നിൽ ശിവക്ഷേത്രം അടക്കം കാണാം. ഇന്നലെ സാധാരണ വെള്ളപ്പൊക്കത്തിലുണ്ടാകുന്ന പോലെ ശിവക്ഷേത്രം പൂർണ്ണമായും വെള്ളത്താൽ മൂടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് സുവി അവിടുത്തെ കാഴ്ച? രഞ്ജിത്ത്, റെഡ് അലർട്ട് തുടരുന്നതിനാൽ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായി മഴ പെയ്യുന്നുണ്ട്. കോതമംഗലം, പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മഴയുണ്ട്. ഇപ്പോൾ ആലുവയിലും മഴ പെയ്യുന്നുണ്ട്. രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ പെയ്യുകയാണ്. വലിയ ശക്തിയില്ലെങ്കിലും മഴ തുടർന്നു നിൽക്കുന്നു എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം. പക്ഷേ ഇന്നലെ പെരിയാറിൽ ഉൾപ്പെടെ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്ന് പെരിയാറിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാവുകയും ചെയ്യും. ആലുവ ശിവക്ഷേത്രം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ രണ്ടാമത്തെ ഓടുള്ള ആ ഭാഗങ്ങൾ വരെ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് അത്രത്തോളം വെള്ളമില്ല, വെള്ളം താഴ്ന്നിട്ടുണ്ട്. ചില ഭാഗങ്ങൾ കൂടെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഒപ്പം കര കവിഞ്ഞ്, അതായത് നിറഞ്ഞു തന്നെയാണ് പെരിയാർ ഇപ്പോഴും ഒഴുകുന്നത്. പലയിടങ്ങളും ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. ഏലൂരിന്റെ ചില ഭാഗങ്ങളിലെല്ലാം ഇന്നലെ വെള്ളം കയറിയിരുന്നു. അവിടെയെല്ലാം തന്നെ ഇപ്പോഴും തൽസ്ഥിതി തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒപ്പം കോതമംഗലം, പെരുമ്പാവൂർ ഭാഗങ്ങളിലും ശക്തമായി മഴ തുടരുകയാണ്. മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട്. പക്ഷേ ആശ്വസിക്കാനുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല. മൂവാറ്റുപുഴയിൽ റോഡിൽ, പാലത്തിന് സമീപമുള്ള റോഡിൽ ഒരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നലെ രാത്രിയാണ് ഈ ഗർത്തം രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതുവഴി കോട്ടയം, കോതമംഗലം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതത്തിന് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വാഹനങ്ങളൊന്നും തന്നെ ആ വഴിയിലൂടെ കടത്തിവിടുന്നില്ല. പക്ഷേ നഗരത്തിൽ, എറണാകുളത്തിന്റെ നഗരപ്രദേശത്ത് വലിയ തോതിൽ മഴയില്ല. ഇന്നലെ പകലും അതുപോലെ തന്നെ രാത്രിയിലും ഏതാനും ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ പതിവായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് അല്പം ശമനമുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ്, അതുപോലെ MG റോഡ്, മേനക ജംഗ്ഷൻ, മുല്ലശ്ശേരി കനാൽ റോഡ്, ഈ ഭാഗങ്ങളിലാണ് സാധാരണഗതിയിൽ വെള്ളക്കെട്ടുണ്ടാകാറുള്ളത്. അവിടെയെല്ലാം ഇപ്പോൾ വെള്ളക്കെട്ടില്ല എന്നത് നഗരപ്രദേശത്തെ ആളുകൾക്ക് അല്പം ആശ്വാസം നൽകുന്നുണ്ട്. എങ്കിലും കനത്ത ജാഗ്രതയിൽ തന്നെ ജില്ല തുടരുകയാണ്. 649 പേരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളത്. പ്രതിസന്ധി, അതായത് പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് ആളുകളോട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റികളുടെ പരീക്ഷകളും നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത്. ശരി, സുവി വിവരങ്ങൾ പങ്കുവച്ചു. ആലപ്പുഴയിലേക്ക് ഒന്ന് പോകണം. ആലപ്പുഴയിൽ ആശങ്കയുണ്ടാക്കുന്ന പ്രദേശങ്ങൾ ഒന്ന് കുട്ടനാട്, മറ്റൊന്ന് അപ്പർ കുട്ടനാട് പ്രദേശങ്ങളാണ്. മറ്റ് കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ നിന്ന് ഒഴുകി വരുന്ന, നദികളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം പോലും അവിടെ ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യം നമുക്കറിയാം. ഇന്ന് പക്ഷേ ആലപ്പുഴയിൽ മഴ കാര്യമായി ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ശരണ്യ, എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ ജില്ലയിൽ നിന്ന്? രഞ്ജിത്ത്, ആലപ്പുഴയിൽ നിന്ന് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. കാരണം ആലപ്പുഴയിൽ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയൊന്നുമില്ല. ചെറിയ ചാറ്റലുകൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ശക്തമായ മഴ ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കിഴക്കൻ മേഖലയിൽ നിന്ന് എത്തുന്ന ജലത്തിന്റെ അളവും കുറവുണ്ടായിരുന്നു. ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തിയ വെള്ളം ഒഴുകി നീങ്ങുന്നതിനുള്ള ഒരു കാലതാമസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ വഴിയൊക്കെ ജലം പുറന്തള്ളുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തോട്ടപ്പള്ളി വഴി വലിയ തോതിൽ ജലം പുറത്തേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ കടൽക്ഷോഭമാണ്.
മഴയുടെ പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ ഇപ്പോൾ കടൽക്ഷോഭം അതിരൂക്ഷമായ ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. നീർക്കുന്ന വടക്കുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായി തന്നെ കടൽക്ഷോഭം നിലനിൽക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിലുള്ളത് 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. ഇതിൽ 5 എണ്ണം ചെങ്ങന്നൂരും ബാക്കിയുള്ളത് കുട്ടനാടുമാണ്. ചെങ്ങന്നൂർ, അപ്പർ കുട്ടനാട് മേഖലകളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ജലം എത്തുകയും ഒപ്പം തന്നെ വെള്ളത്തിന്റെ ശല്യം ഉള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെയാണ്. മറിച്ച് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഇടങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങുകയാണ്. അതിനുള്ള ഇനി 1-2 ദിവസം അത്തരത്തിൽ വെള്ളം ഇറങ്ങേണ്ട ഒരു കാലതാമസം കൂടിയുണ്ട്. മീനച്ചിലാറും ഒപ്പം തന്നെ മണിമലയാറും അച്ചൻകോവിലും ഒപ്പം തന്നെ മണിമലയാറും ജലനിരപ്പ് നന്നായി താഴ്ന്നിട്ടുണ്ട്. പമ്പാ നദി അതേപോലെ തന്നെ, അതായത് വെള്ളം കൂടുകയോ കുറയോ ചെയ്യാത്ത രീതിയിൽ തന്നെ ഒഴുകി നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഒടുവിൽ കിട്ടിയ റീഡിംഗ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധികളില്ലാതെ കടന്നു പോവുകയാണ്. ഈ ഒരു അന്തരീക്ഷം തന്നെ തുടരുകയാണെങ്കിൽ കിഴക്കൻ മേഖലയിൽ മഴയ്ക്ക് ഒരു ശമനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആശ്വാസകരമായി തന്നെ ആലപ്പുഴ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടനാടൻ മേഖലകൾ, കൈനഗിരി അടക്കമുള്ള താഴ്ന്ന ഇടങ്ങളിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള വെള്ളമുണ്ട്. പക്ഷെ ഒരു വെള്ളപ്പൊക്ക സാധ്യതയിലേക്ക് നിലവിൽ കാര്യങ്ങളില്ല ആലപ്പുഴയിൽ. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. വിദ്യാർത്ഥികൾക്ക്, പ്രൊഫഷണൽ കോളേജുകളും ഒപ്പം തന്നെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇന്ന് സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി അതിശക്തമായ മഴയുണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തലെങ്കിൽ പോലും പക്ഷേ അത്തരം ഒരു മഴ ആലപ്പുഴയിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല സമീപ ജില്ലകളായ പത്തനംതിട്ട അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നതിനുള്ള ഒരു കുറവും ഉണ്ട്. അതുകൊണ്ട് തന്നെ കിഴക്കൻ മേഖലയിൽ ആണ് ഏറ്റവും കൂടുതൽ റീഡിംഗ് താഴ്ന്നിട്ടുള്ളത്. അത് ആശ്വാസകരമാണ്. രഞ്ജിത്ത്, അതാണ് ആലപ്പുഴ ജില്ലയിലെ സാഹചര്യം. കോട്ടയത്തേക്ക് പോയാൽ അവിടെ ജി ശ്രീജിത്തുണ്ട്. കോട്ടയത്ത് ഒരു പ്രധാന പ്രശ്നം ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടുത്തെ ആറുകളിൽ, മീനച്ചിലാറ് പോലെയുള്ള ആറുകളിൽ, മണിമലയാറിലുമൊക്കെ ജലവിധാനം താഴ്ന്നത് ആശ്വാസകരമായ വാർത്തയാണ്. ജി ശ്രീജിത്ത് ചേരും. ശ്രീജിത്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരം? കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയാണ് ഏതാണ്ട് ഇപ്പോൾ പൂർണ്ണമായും വെള്ളക്കെട്ടിലേക്ക് മാറിയിരിക്കുന്നത്. കുമരകം റോഡാണ് ഈ കാണുന്നത്. ഇത് ഇല്ലിക്കൽ കവലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടേക്ക് വെള്ളം ഇന്നലെ രാത്രി തന്നെ കയറിയിരുന്നു. പക്ഷേ ഇപ്പോഴും ഗതാഗതം സാധ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂട്ടർ അടക്കമുള്ള ചെറിയ വാഹനങ്ങൾ പോലും ഇതുവഴി ഓടുന്നുണ്ട്. ഇവിടെ നിന്ന് ഏതാണ്ട് ഇതിനപ്പുറത്ത് ചാമ്പക്കുഴി പോലുള്ള മേഖലകൾ, അങ്ങനെ ഓരോ പ്രദേശത്തും, ചെങ്ങളത്ത് ചില മേഖലകളിൽ ഒക്കെ കുമരകം റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിവിശേഷമല്ല ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ പടിഞ്ഞാറൻ മേഖല ഒരു സ്ഥിരമായി ഇത്തരം ദുരിതങ്ങൾ ഉണ്ടാകുന്നതാണ്. മഴ പെയ്ത് വെള്ളം ഉയരുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായും വലിയ വെള്ളം ഉണ്ടാകാറുണ്ട്. ചേട്ടാ, ഒരുപാട് വെള്ളമൊന്നും ഇല്ലല്ലോ അല്ലെ? കൂടുതല വീടുകളിലൊക്കെ അവിടെ വീടുകളിൽ പടിഞ്ഞാറൻ പ്രദേശത്തൊക്കെ വെള്ളമാണ് വീടുകളിലൊക്കെ. അത് തന്നെയാണ്, സ്വാഭാവികമാണ്. ഈ മീനച്ചിലാറ് തൊട്ടടുത്തുകൂടെ തന്നെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വെള്ളം കയറി വരുന്ന ഒരു സ്ഥിതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കിഴക്കൻ മേഖലയിലും ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട്. ഏതാണ്ട് 600-ലധികം പേരാണ് വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം. കിഴക്കൻ മേഖലയിൽ രാത്രിയും മഴ പെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട പോലുള്ള മേഖലകൾ, മൂന്നിലോ പോലുള്ള മേഖലകളിൽ രാത്രിയും മഴ പെയ്തിരുന്നു. ആ മഴയാണ് ഇപ്പോഴും ഒരു വില്ലനായി നിൽക്കുന്നത്. റെഡ് അലർട്ട് തുടരുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ പോലുള്ളവ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ദുരിതം തന്നെയാണ് കോട്ടയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക. എന്തായാലും പടിഞ്ഞാറൻ മേഖലയിലേക്ക് വെള്ളം എത്തിയിരിക്കുന്നു. കുമരകം, ഐമനം, തിരുവാർപ്പ് പോലുള്ള പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഏതാണ്ട് വെള്ളത്തിലായിരിക്കുന്നു. വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ശബരിമല നിറപുത്തരി ഉത്സവത്തിനായി എത്തുന്ന തീർത്ഥാടകർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. നദികളിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് പമ്പാ സ്നാനത്തിന് അനുമതിയില്ല. സ്വാമി അയ്യപ്പൻ റോഡ് വഴി മാത്രമായിരിക്കും തീർത്ഥാടകരെ കടത്തിവിടുക. നിറപുത്തരി ഉത്സവത്തിനായി വൈകിട്ട് 5-ന് നട തുറക്കും. ശശിനാരായണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുക. ശരണൻ, നിറപുത്തരി ഉത്സവം തീർത്ഥാടകരുടെ ഒരു വലിയ വരവൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ട്? രഞ്ജിത്തെ, പത്തനംതിട്ട ജില്ലയിലെ ഈ മഴയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ശബരിമല തീർത്ഥാടനത്തിന് ഒരു നിയന്ത്രണം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിലാണ്
ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഈ മഴയുടെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്ന കാര്യം ഇന്നലെ തീരുമാനിച്ചത്. എന്തായാലും ശബരിമല തീർത്ഥാടനം നിരവധി ചടങ്ങുകൾ നടത്താൻ തന്നെ ഇന്നലെ തീരുമാനിച്ചു. അത് ഇന്ന് വൈകിട്ട് ക്ഷേത്രം നട 5 മണിക്കാണ് തുറക്കുന്നത്. പക്ഷേ തീർത്ഥാടകർക്ക് ഈ മഴയുടെ പശ്ചാത്തലത്തിൽ പമ്പയിലും അതുപോലെ തന്നെ ഈ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പമ്പാ സ്നാനം അനുവദിക്കില്ല. അതുപോലെ തന്നെ തീർത്ഥാടകരെ സാമീപ്യം റോഡ് വഴി മാത്രമായിരിക്കും സന്നിധാനത്തേക്ക് കടത്തിവിടുക. നിലവിലുള്ള രാത്രികാല യാത്രകൾക്കും അതുപോലെ മലയോര മേഖലയിലുള്ള യാത്രകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ തീർത്ഥാടകർ സ്വയം ജാഗ്രത പാലിച്ച് സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങണമെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മരം വീഴുകയോ മറ്റ് യാത്രാമധ്യയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അതെല്ലാം ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള വാഹനയാത്രയ്ക്ക് വളരെ കർശനമായ നിയന്ത്രണമുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ശബരിമല നിറപുത്തരി ചടങ്ങ് നടക്കുന്നത്. വൈകിട്ട് 5-ന് ക്ഷേത്രം നട തുറക്കും. അതിനുശേഷമായിരിക്കും ചടങ്ങുകൾ ആരംഭിക്കുക. ഈ സമയത്താണ് സന്നിധാനത്ത് എത്തിയ തീർത്ഥാടകർ ദർശനം കഴിഞ്ഞതിന് ശേഷം സ്വാമിയപ്പൻ റോഡ് വഴി തന്നെ പ്രവേശിക്കുക, തിരിച്ചും അതുവഴി തന്നെ മടങ്ങാനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മതിയായ ആംബുലൻസ് സൗകര്യങ്ങളും KSRTC അതുപോലെ തന്നെ ആശുപത്രി തുടങ്ങിയ ആരോഗ്യവകുപ്പുകളുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ ക്രമീകരണങ്ങളെല്ലാം സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ യാത്രയ്ക്കും ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പമ്പാ സ്നാനം അടക്കമുള്ള കാര്യങ്ങൾ പമ്പയിൽ ഇറങ്ങുന്ന കാര്യത്തിലൊക്കെ കർശന നിയന്ത്രണമാണുള്ളത്. അത്തരത്തിൽ തന്നെയാണ് ശബരിമലയുടെ ക്രമീകരണങ്ങൾ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ളത്. തിരുവല്ലയിൽ മന്ത്രി റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം വെച്ച് തന്നെ മേപ്രാൽ ക്യാമ്പും അതുപോലെ തന്നെ തിരുവല്ലവാരം ക്യാമ്പും ഇന്ന് സന്ദർശിക്കും. ജില്ലയിൽ മഴ ചാറ്റൽ മഴ, അതായത് ദുർബലമാണ് മഴ. പക്ഷേ മലയോര മേഖലയിലൊക്കെ നേരിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ രാത്രിയിൽ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ പല സ്ഥലങ്ങളിലും ചെറിയ തോതിൽ നേരിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. തിരുവല്ലയിൽ മന്ത്രി ഇന്നത്തെ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഈ മേപ്രാൽ ക്യാമ്പും ദുരിതബാധിത മേഖലകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ജില്ലയിലെ സ്ഥിതിഗതികളെ കുറിച്ച് വ്യക്തമാക്കും. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. 3 നദികളിലെയും ജലനിരപ്പ് ഇന്ന് താഴ്ന്നിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ പിതൃതർപ്പണം സംബന്ധിച്ച പ്രസ്താവന സ്വയം തിരുത്തി പി ജയരാജൻ. തന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന പാർട്ടി വിമർശനം അംഗീകരിക്കുന്നു. പ്രസ്താവന അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി പാർട്ടി ശ്രദ്ധയിൽപ്പെടുത്തി. വിശ്വാസികൾക്കിടയിൽ വർഗീയ ശക്തികൾ നടത്തുന്ന ഇടപെടലുകളിൽ ജാഗ്രത വേണമെന്ന അഭിപ്രായമാണ് ആ പോസ്റ്റിൽ രേഖപ്പെടുത്തിയിരുന്നതെന്നും പി ജയരാജൻ ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ചു. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കമ്പ്യൂട്ടർ പഠനത്തിന് പ്രതിസന്ധി തീർത്തപ്പോൾ പരിഹാരം കാണാൻ പൂർവ്വ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങിയ വാർത്തയാണ്. വണ്ടൂർ വാണിയമ്പലം ഗവൺമെന്റ് ഹൈസ്കൂൾ 1991 SSLC ബാച്ചാണ് 1.5 ലക്ഷം രൂപ ചെലവിൽ കമ്പ്യൂട്ടർ ലാബ് സൗകര്യമൊരുക്കിയത്. മുൻ പ്രിൻസിപ്പൽ സെബാസ്റ്റ്യൻ ജോസഫാണ് ലാബ് ഉദ്ഘാടനം ചെയ്തത്. വികസന കാര്യത്തിൽ അല്പം പിന്നോക്കം നിൽക്കുന്ന മലപ്പുറത്തെ മലയോര മേഖലയിലെ പ്രധാന വിദ്യാലയമാണ് വാണിയമ്പലം ഹൈസ്കൂൾ. ഇവിടത്തെ കമ്പ്യൂട്ടർ ലാബിൽ കാര്യമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് കുട്ടികളുടെ പഠനത്തെയും ബാധിച്ചിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ IT ലാബ് വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. ഇരുണ്ട് മൂടിയ ക്ലാസ് ആയിരുന്നു. അതുപോലെ വെള്ളം ചൊരുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞ 1991 ബാച്ചുകാർ ഞങ്ങൾക്ക് നല്ലൊരു ക്ലാസ് റൂം നൽകുകയും അവിടെ നല്ല കളർഫുള്ളായ പെയിന്റ് അടിക്കുകയും നല്ല ബെഞ്ച് ഇടുകയും അങ്ങനെ കുറേ പരിപാടികൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനിടെയാണ് പ്രശ്നങ്ങൾ കൂട്ടായ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കമ്പ്യൂട്ടർ ലാബ് ഒരുക്കിയതിനൊപ്പം ക്ലാസ് മുറി പെയിന്റ് അടിച്ച് മനോഹരമാക്കി ഇവർ. സ്കൂളിലെ പഴയ HM അതുപോലെ തന്നെ ഉമ്മർ മാഷ് അടക്കമുള്ള PTA പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഒരു ലാബ് ചെയ്തു തരണമെന്ന് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ ഇതിലൂടെ ഞങ്ങളെ 91 ബാച്ച് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇനി അടിയന്തരമായി ഇവിടെ വേണ്ടത് സൗണ്ട് സിസ്റ്റമാണ്. 1991 SSLC ബാച്ച് ചെയ്തതുപോലെ മറ്റ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളും രംഗത്തെത്തുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. ചടങ്ങുകൾക്ക് പാപ്പറ്റ നിജാസ് ബാബു, നിയാസ് ആലുങ്കൽ, KT ഗിരീഷ്, ഷിഹാബ് എടപ്പറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 മലപ്പുറം. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് ഇതോടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മഴ ശക്തമായി തുടരുമെന്ന മുന്നറിയിപ്പുണ്ട്. ജാഗ്രതകൾ വേണം. അധികൃതരുടെ നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കണം. നമുക്കെന്തായാലും മഴ മാറി പ്രകൃതി മനോഹരമായി നിൽക്കും എന്ന് ആ തരത്തിൽ വിചാരിക്കാം. ഏതായാലും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ന്യൂസ് 18 ഗുഡ് മോർണിംഗ് പൂർണ്ണമാകുന്നു. നമസ്കാരം.